പത്മശ്രീ ജയറാം. അദ്ദേഹത്തിൻ്റെ കാന്താര സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രീ ജയറാം, സ്വാഗതം. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്നതുപോലെ കേരളത്തിലും വലിയ തരംഗമാണ് കാന്താര സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ 100 കോടി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ റെസ്പോൺസ് കിട്ടുന്നത്? സന്തോഷകരമായിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. തീർച്ചയായിട്ടും അതിന്റെ നിർമ്മാതാക്കളായ ഓംപാല ഫിലിംസുമായിട്ട് ഇന്നലെ സംസാരിച്ചപ്പോൾ 1000 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്നുള്ളതാണ് അവര് പറഞ്ഞറിഞ്ഞത്. അതിലൊരുപാട് സന്തോഷം. അത്തരം ഒരു വലിയ സിനിമയുടെ ഭാഗമാകാൻ കഴിയുക, അത് ചെറിയ ഭാഗമല്ല, വലിയ ഭാഗമായിട്ട് തന്നെ മാറാൻ കഴിയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു മലയാളി എന്നുള്ള സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ കാന്താര 1ാം ചാപ്റ്റർ വന്നപ്പോൾ അത് വലിയ ആൻറ്റിസിപ്പേഷനൊന്നും ഇല്ലാതെ വന്ന് അങ്ങ് ഹിറ്റായ സിനിമയാണ്. രണ്ടാമത്തേത് അങ്ങനെയല്ല, സ്വാഭാവിക ആദ്യത്തിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഈ കന്നഡ ഫോക്ക് ആണ് ഇപ്പോൾ ഒരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രമായി മാറി. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ 1000 കോടിയൊക്കെ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കുണ്ട് ധാരാളം ഫോക്ക് ഇതിൻ്റെ ഒരു കണ്ടന്റിനെ എങ്ങനെയാണ് കാണുന്നത്, വിജയത്തെയും? അല്ല, ഇത് കാന്താരയുടെ ആദ്യ ഭാഗം കണ്ട് ഞാൻ ഋഷഭ് ഷെട്ടി അഭിനന്ദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കോൾ എനിക്ക് വരുന്നത്. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഒരു വലിയ ഫാനാണ് കാന്താര കണ്ടതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, ഞാന് കേരളത്തിന്റെ അതിർത്തിയിൽ, അതായത് കാസർഗോഡ് ഭാഗങ്ങളിൽ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ജയറാമിന്റെയൊക്കെ സിനിമകളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് സിനിമകളുടെ പേര് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ എന്നെ ആ ചിത്രത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അപ്പോഴും എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് വിളിച്ചത്. അവിടെ ചെന്ന് കഥ കേട്ടപ്പോഴാണ് ഇത്രയും ഒരു ഭയങ്കരമായിട്ടുള്ള കഥാപാത്രത്തെയാണ് അദ്ദേഹം എന്നെ ഏൽപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കരമായിട്ട് ഹോംവർക്ക് അദ്ദേഹം ചെയ്തൊരു സിനിമയായിരുന്നു. 3 വർഷത്തോളം അദ്ദേഹം എടുത്തൊരു പെയിനാണ് സിനിമ. അതുകൊണ്ട് തന്നെ എന്റെ ഓരോ സീനുകളും അദ്ദേഹം പോർട്രേറ്റ് ആയിട്ട് വരച്ച് ഓരോ സീനിലും എക്സ്പ്രഷൻ എങ്ങനെയാന്നുള്ളത് വരെ അദ്ദേഹം വരച്ച് കാണിച്ചു തന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായില്ല. പിന്നെ അതിന്റെ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ ജയറാമിന് ഒരു ഡിഫറെന്റ് രൂപമാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. അതൊരു പക്ഷേ സിനിമയിൽ തന്നെ ഇത്രയും വർഷത്തെ കാലയളവിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഭവം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഷൂട്ടിംഗ് സമയത്തെക്കുറിച്ച് ഋഷഭ് ഷെട്ടി റിലീസിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവരെങ്ങനെ വളരെ ആചാരപരമായി തന്നെ ഇതിനെ സമീപിച്ചു, ആ സമയത്തെ സ്ട്രെയിനും അല്ലെങ്കിൽ ആ സമയത്തെ ഒരു കാര്യങ്ങളൊക്കെ. അത് ഇപ്പോൾ ജയറാമിനെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഇല്ല, ഓരോ ദിവസവും 1000-കണക്കിന് 10,000-കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റും മറ്റ് സെറ്റ്, കുതിരകള്, ആർട്ടിന്, അങ്ങനെ എത്ര പേരാണ് ജോലി ചെയ്യുന്നത്. അതിനിടയ്ക്കൊക്കെ ചെറിയ അപകടങ്ങൾ സംഭവിക്കും. മതിയും അതൊക്കെ അറിയില്ല. ഇങ്ങനെ എല്ലായിടത്തും പറയായിരുന്നു ഓരോ വിശ്വാസങ്ങൾ കാന്താരയുടേതൊക്കെ. പക്ഷെ അത് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ചെറിയ അപകടങ്ങളൊക്കെ അവിടെ ഒന്നും ഉണ്ടായി. ഒരാള് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് മരിക്കാറുണ്ട് തോന്നുന്നു. അതൊന്നും ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് നടന്നതല്ല, അല്ലാതെ ഉള്ളതായിരുന്നു. പക്ഷേ ഭയങ്കരമായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ടീം വർക്ക് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു പെയിൻ ഞാൻ പറഞ്ഞില്ലേ, രാവും പകലും ഇല്ലാതെ മനുഷ്യൻ ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഡയറക്ടറാണ്, അദ്ദേഹം ആക്ടറാണ്, ബാക്കി എല്ലാം നോക്കേണ്ടത് അദ്ദേഹമാണ്. ഒരു ദിവസം ഒരു 10-20 തരത്തിലുള്ള വിങ്ങിലുള്ള ആർട്ട് നോക്കണം, ഫൈറ്റ് നോക്കണം. ഫൈറ്റ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ മൊറോക്കോയിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ്. അപ്പോ അവരെ മുഴുവൻ ഹാൻഡിൽ ചെയ്യണം. ഭയങ്കരമായിരുന്നു. ഒരു 1 മാൻ ഷോ എന്ന് പറഞ്ഞാൽ കണ്ട് പഠിക്കണം മനുഷ്യന്. ഞാനിത് മുഴുവൻ ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. ഒരു 70-80 ദിവസത്തോളം എനിക്കും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു പലപ്പോഴായിട്ട്. കർണാടകത്തിലെ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിനടുത്തുള്ള കുന്താപുര എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെയും പിന്നെ കുടച്ചാദ്രി എന്നുള്ള മലയുടെ ഓപ്പോസിറ്റ് മല മുഴുവൻ എടുത്ത് ആ മലയുടെ മുകളിലൊരു സെറ്റ്, അങ്ങനെ തന്നെ ഒരു കിങ്ഡം അങ്ങനെ ഉണ്ടാക്കുകയായിരുന്നു. ഇതില് സ്പോയിലറൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും താങ്കളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി ഉണ്ട് അപ്പോൾ ഒരർത്ഥത്തിൽ ആ സിനിമയിൽ. സ്വന്തം ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനത് ഒരു സ്പോയിൽ ആക്കുന്നില്ല തിയേറ്ററിലേക്ക് പോകുന്ന ആൾക്കാരോട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആക്ടർക്ക് കിട്ടാവുന്ന ഒരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോ നേരത്തെ മണിരത്നത്തിന്റെ പൊന്നിയിൻ സെൽവൻ എന്നുള്ള സിനിമയിൽ എനിക്ക് ആൾവാർക്കടിയൻ നമ്പി എന്ന് പറയുന്നത് ആ നോവലിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്യാരക്ടറാണ്. അത് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോ അത് ചെയ്യാൻ കഴിഞ്ഞു. അത് മണിരത്നത്തെ പോലത്തെ ഒരു ഡയറക്ടർ നന്നായി എന്ന് പറഞ്ഞു, കണ്ട ഓഡിയൻസ് നന്നായി എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ കാന്താരയിൽ ചെന്നപ്പോഴും
ഇതിന്റെ ട്രാൻസ്ഫോർമേഷനും അവസാനം കൊണ്ട് എത്തിക്കുന്നതൊക്കെ എനിക്കൊരു ചാലഞ്ചിങ് ആയിരുന്നു. അത് അവരുടെ എല്ലാം ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടായി. അത് തിയേറ്ററിൽ വന്നപ്പോഴും അതിന്റെ ഔട്ട്കം നന്നായി, ജയറാം നന്നായി ചെയ്തു എന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി പ്രേക്ഷകർ എല്ലാവരും നന്നായി ജയറാം എന്ന് പറഞ്ഞതിലുള്ള സന്തോഷം, അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.